പച്ചമുളകും ഈത്തപ്പഴം കൂടെ ഇതേപോലെ ഒന്ന് അച്ചാറിട്ട് നോക്കൂ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഉലുവ, കടുക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി കൂടെ ഇട്ട് വേപ്പില ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പൊട്ടിപ്പോയി വരുന്ന സമയത്ത് നമുക്ക് ഈത്തപ്പഴം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സായി ഈത്തപ്പഴമൊക്കെ എണ്ണയിലിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി എരിവിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ മിക്സായി നന്നായി മൂത്ത മണം വരുന്ന സമയത്ത് കായത്തിൻ്റെ പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. കായം ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ പച്ചമുളക് സുർക്കയിൽ ഇട്ട് വെച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ ആ പച്ചമുളകും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ സുർക്ക ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കുക. ആറിയാൽ നമുക്ക് കുപ്പിയിലാക്കി വെക്കാം. ഇതേപോലെ സൂക്ഷിച്ച് വെക്കാം.